സേനാപതി ആജ്ഞാപിച്ചാലും മഹാരാജൻ. ഉടനെ കൈലാസത്തെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുക. അവിടുത്തെ ആജ്ഞ പോലെ മഹാരാജൻ. ഗുരു ശുക്രാചാര്യനോട് ചെന്ന് പറയുക, നമ്മുടെ കൈലാസ വിജയ യാത്രയിൽ ഉടൻ പങ്കുചേരണമെന്ന്. അവിടുത്തെ ആജ്ഞ പാലിക്കപ്പെടും മഹാരാജൻ. എന്താ ഗുരു ശുക്രാചാര്യന്റെ ബുദ്ധി ഇത്ര കണ്ട് നഷ്ടമായി എന്നോ? അദ്ദേഹം തന്റെ ജനകൻ ശിവനെ ആക്രമിക്കാൻ ജലന്ധരന് ഉപദേശം നൽകിയെന്നോ? അങ്ങനെ ചെയ്ത് സമസ്ത അസുരജാതിക്കുമെതിരായി ശിവകോപത്തെ ക്ഷണിച്ചു വരുത്തുകയല്ലേ ചെയ്തത്? ദേവരാജ, ദുഷ്ടപ്രകൃതരായ വ്യക്തികൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർ അറിഞ്ഞോ മാനിച്ചോ ചെയ്യുന്നില്ല, ആ ചെയ്യുന്നത് അനുചിതമാണ് എന്ന് അവരുടെ അഹങ്കാരം അവരുടെ വിവേകത്തെ നശിപ്പിക്കുന്നു. അതുപോലെ അവർ ഉചിതവും അനുചിതവും മനസ്സിലാക്കുന്നതിൽ നിന്ന് അകന്ന് സ്വയം തീരുമാനിക്കുന്നു അവർ ചെയ്യുന്നതെല്ലാം ശരി തന്നെയാണെന്ന്. ആ ഗതി തന്നെയാണ് ജലന്ധരന്റേതും. അതായത് ശിവകോപത്തിൽ നിന്ന് ശുക്രാചാര്യനും രക്ഷപ്പെടില്ല, ജലന്ധരനും രക്ഷയില്ല. സത്യമാണത്. ശിവകോപത്തിൽ നിന്ന് രക്ഷ നേടുക അസംഭവ്യമാണ്. പക്ഷെ ഇതും സത്യമാണ്. തന്റെ പത്നി വൃന്ദയുടെ പാതിവൃത്യം നിമിത്തമാണ് ജലന്ധരൻ അപാര ശക്തിമാനായത്. പക്ഷേ അപാര ശക്തിമാൻ തന്റെ ശക്തി ദുരുപയോഗം ചെയ്താൽ, അന്യന്റെ അധികാരത്തെ അപഹരിച്ചാൽ, അനീതിയും അനുചിത മാർഗവും ഉപയോഗിച്ച് ഒരു വസ്തുവിനെ അപഹരിച്ചാൽ അയാളുടെ അപാര ശക്തി എന്താ ക്ഷീണിതമാകില്ലേ? അയാൾ നീതിയുടെയും ന്യായത്തിന്റെയും മുന്നിൽ ദുർബലനാകുകയില്ലേ? അതെ ദേവരാജ, ഏത് ശക്തിശാലിയും ഇത്തരം അവസ്ഥയിൽ ദുർബലനായിത്തീരുന്നു. അതിന്റെ അനുഭവം സ്വയം അങ്ങയ്ക്കുമുള്ളതല്ലേ? അങ്ങനെ ലജ്ജിതനാക്കുന്നു ഗുരുദേവ. സത്യം അംഗീകരിക്കുന്ന ലജ്ജ എന്തിന്? സത്യം സ്ഥാനത്തിൽ മാറ്റം വരുത്തുന്നു, പക്ഷെ സ്വയം ഒരിക്കലും മാറാറില്ല. ഈ ഒരു സത്യം ജഗത്തിലെ സർവ്വപ്രാണികളിലും പ്രകടവുമാകുന്നു. നാം, താങ്കൾ, ജലന്ധരൻ, മറ്റാരാണെങ്കിലും തന്റെ ശക്തിയെ ദുരുപയോഗപ്പെടുത്തി അന്യന് കഷ്ടത്തിന് കാരണമുണ്ടാക്കിയാൽ ആ കഷ്ടമുണ്ടാക്കാനുള്ള ഉദ്ദേശം ശിരസിലേറി അയാളെ ദുർബലനാക്കുന്നു. അയാൾ സ്വയം കഷ്ടത്തിലുമാകുന്നു. കാണാം, ആ ഗതി തന്നെ ജലന്ധരനുമുണ്ടാകും. ജലന്ധരൻ ചെയ്തത് തെറ്റു തന്നെയാണ്. ഭഗവാൻ ശിവൻ അവനെ കോപാഗ്നിയിൽ ഭസ്മമാക്കുമോ അതോ മാപ്പ് നൽകുമോ? ദേവി ലക്ഷ്മി, ഇനി എന്തുണ്ടാകും പ്രഭു? സംഭവിക്കുന്നതെന്തും വിധിയുടെ വിധാനമനുസരിച്ചായിരിക്കും. അതായത് ഭഗവാൻ ശിവൻ എന്റെ സഹോദരൻ ജലന്ധരനെ ഭസ്മമാക്കുമോ? ദേവി എന്താണ് ആശിക്കുന്നത്? അവൻ ദേവിയുടെ ഭ്രാതാവാണ്. അതിനാൽ ശിവൻ അവനെ കൈലാസത്തിൽ സ്വയം സ്വീകരിച്ച് പാർവതിയെ സ്വയം അവന് സമർപ്പിക്കണോ? എന്നിട്ട് പറയണോ, പാർവതിയെ ഞാനിതാ സമർപ്പിക്കുന്നു, മറ്റാരെങ്കിലും ഞാൻ ഭസ്മമാക്കാം, കാരണം നീ ലക്ഷ്മിയുടെ ഭ്രാതാവാണ്. ഇതാണോ ആഗ്രഹം? എന്റെ ഉദ്ദേശം അതായിരുന്നില്ല. പിന്നെ എന്തിനു വിഷമിക്കുന്നു? ദേവിയുടെ സഹോദരൻ ഈ മഹാപാപത്തിനും ദുഷ്കർമ്മത്തിനും കർത്താവാണ്. എന്തിനീ ശോകത്തിൽ മുഴുകുന്നു? ആ മഹാപാപി സഹോദരനെ ഓർത്തോ. അവന് സഹോദരിയെക്കുറിച്ച് വിചാരവുമില്ല, മഹാശക്തിയെക്കുറിച്ച് അവന് ബഹുമാനവുമില്ല. ലോകവാസികൾ ഇങ്ങനെയാണ് ദുഃഖിതരാകുന്നത്. ലോകത്തിൽ ഇതുമൂലമാണ് അശാന്തി. മനുഷ്യന്റെ സ്വഭാവം അതുമൂലമാണ് ഉന്നതി പ്രാപിക്കാത്തത്. നീതിയും മര്യാദയും ഇതുമൂലം അശക്തമായിത്തീരുന്നു. എന്തുകൊണ്ട് പ്രഭു? എന്തുകൊണ്ട്? ഇതെല്ലാം അങ്ങ് എന്തിനാണ് പറയുന്നത്? സ്പഷ്ടമല്ലേ? ദേവിയെയും ജലന്ധരനെയും കുറിച്ചാണ് പറയുന്നതെന്ന്. സ്വന്തം സഹോദരൻ മറ്റൊരാളുടെ പത്നിയെ മോഹിച്ചുവെങ്കിൽ സഹോദരി ദുഃഖതയാവേണ്ട ആവശ്യമെന്താണ്? അവൾ കോപിക്കുകയല്ലേ വേണ്ടത്? അവൾ വിധാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, ആ പാപിയെ ലോകത്തു നിന്നും നീക്കുവാൻ. അങ്ങനെ ചെയ്താൽ പാപി പാപം ചെയ്യുന്നതിന് സങ്കോചപ്പെടും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മറ്റൊരാളുടെ പത്നിയിലോ പുത്രിയിലോ നോട്ടമിടുന്ന വ്യക്തി സ്വന്തം സഹോദരിയുടെ മൗനത്തെ തന്റെ ദുഷ്കർമ്മങ്ങൾക്ക് അനുമതിയായി മാനിച്ച് പ്രവർത്തിക്കില്ലായിരുന്നു. കാലാന്തരത്തിൽ പ്രോത്സാഹനത്തിന്റെ ഈ മാർഗം പ്രകൃതിയുടെ സങ്കേതത്തിൽ മൃത്യുലോകത്തിലേക്ക് നയിക്കുന്നു. ഇല്ല പ്രഭു, ഇല്ല. ഒരു ദുഷ്ട സഹോദരന്റെ ഹിതത്തിനായി നീ പലതവണ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ജഗദംബ പാർവതിയെക്കുറിച്ച് മര്യാദയില്ലാതെ സംസാരിച്ചിട്ട് പോലും നീ അവനെതിരായി ഒരിക്കൽ പോലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞില്ല. നീ ജലന്ധരനെ ഒരിക്കൽ പോലും തടയാൻ ശ്രമിച്ചില്ല. മാതാവിന് തുല്യായ പാർവതിയെക്കുറിച്ച്
അപവിത്രമായി വിചാരിക്കരുതെന്ന്. ലോകത്തിലെ സാധാരണ ജീവികളും മനുഷ്യരും ഇത്തരം പക്ഷപാതപരമായ പ്രവൃത്തികൾ മൂലം ദുഃഖിതരും അശാന്തരുമാകുന്നു. അവർ മറന്നുപോകുന്നു, പതിയോ ഭ്രാതവോ ആയാലും ദുഷ്കർമ്മികളോട് കോപിക്കാത്തത് മൂലം, നിഷ്പക്ഷഭാവത്തിൽ അവരെ കഠിനമായി എതിർക്കാത്തത് മൂലം അവർ ദുഷ്കർമ്മികളെ തെറ്റിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നു. എന്താ നാമെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് ശരിയായിരിക്കുമോ? നാരായണ നാരായണ, അങ്ങനെ ചെയ്യുന്നത് ലോകത്തിലെ പ്രാണികൾക്ക് പോലും നല്ലതല്ല ശ്രീഹരി. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അതായി മാറിയിരിക്കുന്നു. നാരദ, അങ്ങ് ആരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ് ദേവി. മനുഷ്യ സ്വഭാവത്തെ കുറിച്ച്. ഈയിടെ ലോകവാസികൾ ആരെന്ത് ചെയ്താലും അത് അനുകൂലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ആരും ആരെയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുന്നില്ല. കാരണം എല്ലാവരും ദുഷ്കർമ്മികളാണ്. ഒരു ദുഷ്കർമ്മി മറ്റൊരു ദുഷ്കർമ്മിയെ ദുഷ്കർമ്മത്തിൽ നിന്ന് എന്തിനു തടയണം? നാരായണ നാരായണ. എന്താ ലോകത്തിൽ സൽക്കർമ്മികൾ ആരും തന്നെയില്ലേ? അങ്ങനെയല്ല, ഇത്ര നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദേവി. ഇനിയുമുണ്ട്. പക്ഷെ ഈയിടെയായി അവരുടെ പ്രാർത്ഥന വേണ്ടയിടത്ത് എത്തുന്നില്ല. അതിനാൽ ആരെന്ത് ചെയ്താലും ആരും ഒന്നും പറയുന്ന പതിവില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ അത്യാചാരവും അനാചാരവും വർദ്ധിച്ചു വരുന്നത്. നാരദ, നീ ഇവിടെ വന്നതോടെ വിഷയത്തിൽ മാറ്റം വന്നോ? എന്നാ ഞാനിതാ പോകുന്നു. വിഷയം മാറാതിരിക്കട്ടെ. അല്ല, എനിക്ക് തോന്നുന്നു മഹാബലി ജലന്ധരനായിരുന്നു ചർച്ചാ വിഷയമെന്ന്. അതെ നാരദ, ദേവി ലക്ഷ്മി ഇതാ വ്യാകുലയാണ്. ഭഗവാൻ പരമേശ്വരൻ ജലന്ധരനെ ഭസ്മമാക്കിയാലോ എന്ന്. ഒരിക്കലുമില്ല. സ്വന്തം തേജസ്സിൽ നിന്ന് ഉത്ഭവിച്ച മഹാരാജൻ ജലന്ധരനെ അദ്ദേഹം ഒരിക്കലും ഭസ്മമാക്കില്ല. നാരദന്റെ വാക്കിൽ ശങ്കയരുത് ദേവി. ജലന്ധരൻ എത്ര തന്നെ നീചമായി പ്രവർത്തിച്ചാലും ഭഗവാൻ ശിവൻ സ്വന്തം ഗരിമയനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. ഹാ, അവരുടെ യുദ്ധത്തിന്റെ അന്ത്യം എന്തായിരിക്കും അത് കാലത്തിനെ പറയാനാകൂ. നാരായണ നാരായണ. ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! സ്വാമിൻ, കൈലാസത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അവനെ നശിപ്പിച്ചാലും ജലന്ധരൻ കൈലാസത്തിൽ എത്തിച്ചേരട്ടെ. അവന്റെ ദുഷ്ടതയ്ക്കുള്ള ദണ്ഡന അവന് തീർച്ചയായും ലഭിക്കും. ദൈത്യരാജൻ ജലന്ധരൻ! ദൈത്യരാജൻ ജലന്ധരൻ! ഹേ ശിവ, യുദ്ധമില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ പാർവതിയെ നമുക്ക് കാഴ്ചവെക്കുക. വിട്ടുതാ പാർവതിയെ. എന്തുകൊണ്ടാണ് ഈ മൗനം സ്വാമിൻ? ശുക്രാചാര്യ, താങ്കൾ നമ്മുടെ ആരാധനയിലൂടെ മഹാമൃത്യുഞ്ജയ മന്ത്രം സ്വായത്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ വരദാനത്തിനും ഉപകാരത്തിനും ഇതാണോ പ്രത്യുപകാരം? ദൈത്യഗുരുവാണ് നാമെങ്കിലും നാം വിവശനും നിസ്സഹായനുമാണ് മഹാദേവ. സൂക്ഷിച്ചുകൊള്ളുക ശുക്രാചാര്യ. താങ്കൾ ഇവിടെ വെച്ച് തന്നെ ഈ ദുഷ്ടന്റെ ബന്ധം ത്യജിച്ചില്ലെങ്കിൽ ഞാൻ താങ്കളുടെ സർവ്വസിദ്ധികളും ഇവിടെ വെച്ച് നഷ്ടമാക്കിയിരിക്കും. അങ്ങനെ ചെയ്യരുത് ദേവി, അങ്ങനെ ചെയ്യരുത്. ഛേ, ദൈത്യന്മാരുടെ ഗുരു മഹാബലവാൻ ജലന്ധരൻ അങ്ങയോടൊത്തുണ്ട്. എന്നിട്ട് മുണങ്ങിയ കരിയില പോലെ വിറയ്ക്കുകയാണെന്നോ? ഗുരു ഇങ്ങനെ ഭയഗ്രസ്തനായി തന്റെ നിർഭയനായ ശിഷ്യനെ അപമാനിക്കുന്നത് അങ്ങേക്ക് യോജിച്ചതാണോ? ഇല്ല ഇല്ല, ഞാൻ 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 കേവലം മഹാദേവ, ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. താങ്കൾ നൽകിയ വരദാനം തിരിച്ചെടുക്കുക എന്നത്
ദേവി പാർവതിക്കും എന്റെ സിദ്ധികളെ നശിപ്പിക്കാനാകില്ല. മഹാദേവ, ഞാൻ ദൈത്യഗുരുവാണ്. ഇവിടെ ജലന്ധരനെ സഹായിക്കുക എന്റെ കർത്തവ്യമാണ്. ആ ഗുരുദേവ, അങ്ങയുടെ സീമയിലെത്തിയതോടെ അങ്ങയുടെ ശരീരത്തിന്റെ കമ്പനം നിലച്ചു. ശക്തി വീണ്ടു കിട്ടിയിരിക്കുന്നു. നീയും സാധാരണ ശക്തിശാലിയല്ല ജലന്ധര. ആക്രമണം നടത്തി നിന്റെ മനോകാമന പൂർത്തിയാക്കൂ. പാർവതി നമ്മുടെ മനസ്സിനെ മോഹിപ്പിച്ചിരിക്കുന്നു.